എത്ര ശാന്തസുന്ദരം ഈ ഹോട്ടൽ. നല്ല ഇൻറ്റീരിയർ വർക്ക്സും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കടയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നാടൻ കോഴിയുടെ വെറൈറ്റീസ് ഉള്ള കടയാണ്. ഈ ഇടയ്ക്ക് കഴിച്ച ബിരിയാണികളെല്ലാം മോശമായപ്പോൾ ഇവിടുന്ന് വന്നൊരു ബിരിയാണി ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ മെനുവിൽ ഞങ്ങൾക്ക് അട്രാക്റ്റീവായി കണ്ട് ഞങ്ങൾ മേടിച്ചത് നാടൻ കോഴി പെരട്ടി ബിരിയാണിയും പിന്നെ ഒരു നാടൻ ചിക്കൻ കാന്താരിയാണ് മേടിച്ചത്. ഇവിടുത്തെ ബിരിയാണിയുടെ ആയാലും ചിക്കൻ കാന്താരിയുടെ ആയാലും ടേസ്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങളത് പോയി കഴിച്ച് തന്നെ അനുഭവിക്കണം കേട്ടോ. അമ്മാതിരി ടേസ്റ്റായിരുന്നു അത്. നമുക്ക് നാവിൽ ഇപ്പോഴും ആ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. പിന്നെ അവരുടെ വെൽക്കം ഡ്രിങ്ക് സുലൈമാനിയാണെന്ന് തോന്നുന്നു, അതായാലും അവരുടെ ലൈം ജ്യൂസ് ആയാലും എല്ലാം അവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ച പാത്രങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവാം. ആൻഡ് വളരെ റീസണബിൾ റേറ്റിലുമാണ്. അപ്പോൾ കാളത്തോടുള്ള ഓൺ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് ടാറ്റ ആൻഡ് ബൈ ബൈ ഫ്രം മീ.